അങ്ങ് അകലെ ഒരു മത്സ്യത്തൊഴിലാളി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിനുമപ്പുറം കാണുന്ന കണ്ണത്താ ദൂരം അത് അറേബ്യയാണെന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ കബളിപ്പിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ആ കബളിപ്പിക്കൽ വളരെ നിഷ്കളങ്കമായിരുന്നെങ്കിൽ ഇന്ന് ആ കബളിപ്പിക്കലിന്റെ പല വിധത്തിലുള്ള രൂപങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സാധാരണയായി ഈ തട്ടിപ്പുകാര് ലക്ഷ്യം വെക്കുന്നത് ഇടത്തര കുടുംബക്കാരെയാണ്. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത അച്ഛന്റെയും അമ്മയുടെയും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ള മക്കളുണ്ടാവും. അവരെയൊക്കെയാണ് ഈ തട്ടിപ്പുകാര് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പം ആലപ്പുഴ ജില്ലയിലും കൂടുതലായി എറണാകുളം ജില്ലയില് ഒരുതരം തട്ടിപ്പുണ്ട്. നിങ്ങൾക്ക് ഫ്രഞ്ച് ഭാഷ പഠിക്കണോ അല്ലെങ്കിൽ ജർമ്മനി പഠിക്കണോ? ഭാഷ പഠിച്ചാൽ ഉടൻ തന്നെ ജോലിയാണ്. ഇത് കൂട്ടുകാരിൽ നിന്നോ ഓൺലൈൻ മീഡിയയിൽ നിന്നോ കേൾക്കുന്ന ഈ പാവപ്പെട്ട പിള്ളേര് ഇതിന് പോയി രജിസ്റ്റർ ചെയ്യുന്നു, ഫ്രഞ്ച് ഭാഷ പഠിക്കുന്നു അല്ലെങ്കിൽ ജർമ്മൻ ഭാഷ പഠിക്കുന്നു, അത് പാസ്സാകുന്നു, അതിന്റെ വിവിധ തലങ്ങൾ പാസ്സാകുന്നു, നേരെ ജർമ്മനിയിലേക്ക് പോകാം, ഫ്രഞ്ചിലേക്ക് പോകാം, ജീവിതം രക്ഷപ്പെടുത്താം എന്നുള്ള ചിന്തയിലാവുന്നു. അത്തരം ചിന്തയിൽ മുഴുവൻ ജീവിക്കുന്ന അവരോട് ഒരു തുക ആവശ്യപ്പെടുകയാണ്. ബാക്കി പണം നിങ്ങൾ ജർമ്മനിയിൽ ചെന്ന് നിങ്ങൾക്ക് ജോലി ആയതിനു ശേഷം തന്നാൽ മതി. പക്ഷെ ഇപ്പോൾ 1 ലക്ഷം രൂപ തരണം. അതിൽ വീണു പോകുന്ന ഈ കുട്ടികൾ ഈ 1 ലക്ഷം രൂപ കൊടുക്കുന്നു. പിന്നെ ഈ പണവുമില്ല, ജോലിയുമില്ല. കുട്ടികൾ പലരും, പണം പോയവർ പലതും ഇതിന് പ്രതികരിക്കാതെ ഇരിക്കുന്നുണ്ട്. വളരെ ചുരുക്കം പേര് മാത്രം ഇതിനു വേണ്ടി പ്രതികരിക്കുന്നുണ്ട്. ചങ്ക് പൊട്ടി ഉണ്ടാക്കിയ പൈസയാണോ? ഓരോ പിതാക്കളും ചങ്ക് പൊട്ടി ഉണ്ടാക്കുന്ന പൈസ ഇത്തരത്തിൽ നമ്മളെ വഞ്ചിച്ചു കൊണ്ടുപോകുന്ന ഒരു പിടി ആളുകൾ, ഒരു പിടി എന്നല്ല ഒരുപാട് ആളുകൾ വൻ സെറ്റപ്പിലുള്ള ഓഫീസുകളൊക്കെ നടത്തിക്കൊണ്ട് എറണാകുളത്തും ആലപ്പുഴയിലും ഒക്കെ ജീവിക്കുന്നുണ്ട്. ഇവരെ കുറിച്ച് പോലീസിന് വ്യക്തമായ ധാരണകൾ ഉണ്ടെങ്കിലും പോലീസ് നമുക്കൊരു നിർദ്ദേശങ്ങളൊക്കെ കാണിച്ചൊരു ബോർഡ് വെക്കും. അതാണ് പോലീസിന്റെ പണി. ഇത്തരത്തിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി പോകുന്ന സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അത്തരത്തിൽ ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കൂടിയും പോലീസ് അതൊന്നും ഇടപെടില്ല. പോലീസിന് ഒരുപാട് പണികളുള്ള ജോലിയാണ് പോലീസിന്റെ. പോലീസുകാരെ കുറച്ച് കാണുന്നതല്ല, അവർക്ക് പരിമിതികളുണ്ട്. പക്ഷെ അവരൊരു ഫ്ലെക്സ് വെക്കും. പാലാരിവട്ടം പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഇത്തരത്തിൽ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. വിദേശ തൊഴിൽ വിസ അതിനുവേണ്ടി പോകുന്നവർക്ക് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്നും ചോദിച്ചൊരു 8ഓളം നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു ഫ്ലെക്സ് അവിടെ വെച്ചതോടുകൂടി ഈ കാര്യത്തിലുള്ള അവരുടെ ഉത്തരവാദിത്വം അവസാനിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ് 10-40 സ്ഥാപനങ്ങൾ എറണാകുളത്തുണ്ട്, അതിൽ ഏതൊക്കെ സ്ഥാപനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ലൈസൻസ് ഇല്ല, ആളെ പുറത്തേക്ക് അയക്കുവാനുള്ള ലൈസൻസ് ഇല്ല എന്നൊക്കെ തിരക്കുവാൻ ഇവർക്ക് പറ്റില്ല. ഇവർക്ക് മറ്റു ഒരുപാട് ജോലികൾ വേറെയുണ്ട്, അതെല്ലാം ചെയ്തു തീർക്കണം. ഇതൊക്കെ ആലപ്പുഴയിലെ ഒരു സ്വദേശി, അതായത് സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഒരു പയ്യൻ ഇതിന് ഈ തട്ടിപ്പിനിരയാവുകയും ആ പയ്യനും അദ്ദേഹത്തിന്റെ പിതാവും കൂടെ ഈ തട്ടിപ്പുകാരെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി കാലിലെ ചെരുപ്പ് കഴിഞ്ഞു എന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായില്ല. അവസാനമാണ് അറിയുന്നത് മുഖ്യമന്ത്രി നേരിട്ട് പരാതി വരികയിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ല് ഉണ്ടെന്ന് അറിയുന്നത്. ഇവിടെ അത്ര പല സെല്ലുകളുമുണ്ട്. ഉദ്യോഗസ്ഥന്മാർ കൈയാളുന്നത് കൊണ്ടാണ് ഇത് പ്രവർത്തിക്കാത്തത് അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാത്തത്. കമ്മീഷൻ വാങ്ങുന്നുണ്ടായിരിക്കുവേ, വേറൊന്നുമല്ല സംഭവം. അത്തരത്തിൽ ഈ പിതാവും ഈ മകനും കൂടെ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലേക്ക് പരാതി അയക്കുകയും കൃത്യം 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ പരാതിക്ക് പരിഹാരം കാണുകയും ചെയ്തു. സ്ഥാപനം അടച്ചുപൂട്ടി അവന് കിട്ടേണ്ട പണം 3 ഗഡുക്കളായി കിട്ടി. ഈ സ്ഥാപനത്തിന്റെ പേര് എഡെക്സ് സൊല്യൂഷൻ എന്നാണ്. പാലാരിവട്ടത്തായിരുന്നു ഇതിന്റെ ഓഫീസ്. ഇപ്പോൾ അടച്ചുപൂട്ടി. മറ്റെവിടെയെങ്കിലും ഇത് വേറൊരു പേരിൽ ഇപ്പോൾ തുറന്നിട്ടുണ്ടായിരിക്കാം. കാണാൻ ഉന്നത രീതിയിലുള്ള ഡ്രസ്സിങ്ങും അവന്റെയൊക്കെ ശരീരഭാഷയൊക്കെ അത്തരത്തിലാണ്. ഫ്രോഡുകളാണ്, ഗംഭീര ഫ്രോഡുകൾ. അതിനെതിരെ പ്രതികരിച്ച ആലപ്പുഴയിലെ ആ പിതാവിനും മകനിലേക്കും നമുക്ക് കടന്നു ചെല്ലാം. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഫ്രോഡുകളെ തിരിച്ചറിയുക. എൻ്റെ പേര് സുഭാഷ് എന്നാണ്. ഞാൻ ആലപ്പുഴ പുന്നപ്ര പറവൂരാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ മോൻ +2 കഴിഞ്ഞിട്ട് BSc നേഴ്സിംഗ് പോകണമെന്ന് താല്പര്യം പറയുകയും എന്നാൽ BSc നേഴ്സിംഗ് പോകാൻ ഞങ്ങൾ അനുവാദം നൽകുകയും ചെയ്തു. അപ്പം പക്ഷേ BSc നേഴ്സിംഗിന് പോകുമ്പോൾ ഏതാണ്ട് 10 ലക്ഷം രൂപയോളം BSc നേഴ്സിംഗിന്റെ കോഴ്സ് കഴിയുമ്പോൾ ചെലവ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജർമ്മനിയിൽ ഫ്രീ ആയിട്ട് BSc നേഴ്സിംഗ് കൊടുക്കുന്നതെന്നും ഭാഷ പഠിക്കാൻ 1.5 ലക്ഷം രൂപ ചെലവ് വരത്തുള്ളൂ, പോകുന്ന ഉൾപ്പെടെ 3-3.5 ലക്ഷം രൂപ ചെലവ് വരത്തുള്ളൂ. അവിടെ ഫ്രീ ആയിട്ട് ജർമ്മനിയിൽ BSc നേഴ്സിംഗ്
പഠിക്കുമെന്നും സ്റ്റൈഫൻഡ് കിട്ടുമെന്നും ഒക്കെയുള്ള ഒരുപാട് പരസ്യങ്ങൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എറണാകുളത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇത് വരുന്നുണ്ടല്ലോ, പരസ്യം വരുന്നുണ്ട്. അപ്പോൾ പത്രത്തിലൂടെ നമ്മൾ വരുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ അന്വേഷിച്ചു. അങ്ങനെ എറണാകുളത്ത് ഒരു സ്ഥാപനത്തിന് പോയി ഭാഷ പഠിപ്പിക്കുക. അപ്പൊ ഇതിന്റെ കാര്യം ഡീറ്റെയിൽ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് B2 എന്ന് പറയുന്നത് ഇവരെ A1 A2 B1 B2 എന്ന് പറയുന്ന ഭാഷ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ജർമ്മനിലേക്ക് എൻട്രി കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല, ജർമ്മനിയിൽ നിന്നും അവര് ഈ ഏജൻസി വഴി നമുക്ക് ഇന്റർവ്യൂ നടത്തും. ആ ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞാല് ഈ ഓഫർ ലെറ്റർ കിട്ടത്തുള്ളൂ. ഓഫർ ലെറ്ററിന് ശേഷമേ വിസ വന്ന് നമുക്ക് ജർമ്മനിലേക്ക് പോയി അവിടെ പോയി ഈ ഇത് നേഴ്സിംഗിന്റെ ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ ഇത് നോക്കിയപ്പോൾ നമുക്ക് 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ ചെലവ് കൊണ്ട് നമുക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ പിന്നെ വിദേശത്ത് പോകുന്നുള്ളതൊക്കെ പുതിയ കുട്ടികളുടെ ഒരു ഫാഷനായി മാറിയിരിക്കുന്ന കാലം കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ എന്നാൽ പിന്നെ ആയിക്കോട്ടെ, അവർ താല്പര്യം പറയുമ്പോൾ നമ്മൾ അങ്ങനെ വെച്ചു. നാട്ടിൽ പഠിക്കാൻ 10 ലക്ഷം വേണം, പിന്നെ വിദേശ രാജ്യങ്ങളിൽ പോകാൻ വേറെ പണം മുടക്കണം. അപ്പൊ അതിനേക്കാൾ നല്ലത് ജർമ്മനിയിൽ പോയി ഒരു 4-5 ലക്ഷം രൂപ കൊടുത്ത് ജർമ്മനിയിൽ പോയി ഇത് പഠിച്ച് നേഴ്സിംഗ് പഠിച്ച് അവിടെ തന്നെ ജോലി ചെയ്ത് പിള്ളേർക്ക് ഭാവി ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ എറണാകുളത്തൊരു ഭാഷ പഠിക്കുന്ന സ്ഥാപനത്തിൽ കൊണ്ടുപോയി ഭാഷ പഠിച്ചു. പിന്നെ B2 പാസ്സാകാൻ 4 മൊഡ്യൂളുകളാണ് B2 പാസ്സാകാൻ വേണ്ടത്. അതിന് 3 മൊഡ്യൂളും പാസ്സായി. 3 മൊഡ്യൂൾ പാസ്സായാലും പോകാൻ പറ്റും. അപ്പോൾ അതിന് FSJ എന്നാണ് പറയുന്നത്. ആ ഒരു രീതിയിൽ കയറ്റി വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവന്റെ സുഹൃത്തുക്കൾ വഴി ഇവര് എഡക്സ് എഡു സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം പാലാരിവട്ടത്ത്, എഡക്സ് എഡു സൊല്യൂഷൻ. അപ്പോ അതിനകത്ത് അമൽ പ്രഭാർ എന്ന് പറയുന്ന ആളാണ് എന്റെ ചെയർമാൻ ആയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹമായിട്ട് ഇവൻ ബന്ധപ്പെട്ടു. നേരിട്ട് ബന്ധപ്പെട്ടില്ല. ഇവന്റെ സുഹൃത്ത് അരുൺ എന്ന് പറയുന്ന ഒരു ചേട്ടൻ, ഇവർ ഒരുമിച്ച് സ്കൂളിൽ ഒരുമിച്ച് ഭാഷ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവർ കൊല്ലത്ത് നിന്ന് അവര് പറഞ്ഞിട്ട് കുഴപ്പമില്ല, നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള സ്ഥാപനമാണെന്ന് തോന്നുന്നു. അവര് നെറ്റ് വഴിയൊക്കെ എല്ലാം പരിശോധിച്ചു. അങ്ങനെയാണ് ഇവരോട് ബന്ധപ്പെടുന്നത്. അപ്പം മിക്ക സ്ഥാപനങ്ങളും ജെനുവിനായിട്ടുള്ള മിക്ക സ്ഥാപനങ്ങളും 50,000 രൂപ കൂടുതൽ അഡ്വാൻസ് വാങ്ങത്തില്ല. പക്ഷെ ഇവര് പറഞ്ഞു നിങ്ങൾ 6 മന്തിനുള്ളിൽ കയറ്റി വിടാം, 1 ലക്ഷം രൂപ അഡ്വാൻസ് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് കൊടുത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ മോനെ നിർബന്ധിച്ചു. അങ്ങനെ ഞാനത് ജെനുവിനാണെന്ന് നോക്കിയപ്പോൾ ജെനുവിനാണ്, ഓക്കെ അടച്ചാൽ ഒരു കുഴപ്പമില്ല. കുട്ടികൾക്ക് ഇപ്പോഴൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുള്ളതുകൊണ്ട് നമ്മൾ തന്നെ അതിനകത്ത് കൂടുതൽ ഇതെടുത്തില്ല. അവർ വിശ്വസിച്ചാൽ കൊടുത്തു പൈസ. 6 മാസം കഴിഞ്ഞ് 10 മാസമായിട്ടും ഇവര് നമുക്ക് യാതൊരുവിധ രീതിയിലുള്ള പേപ്പർ വർക്കുകൾ നടക്കുന്നില്ല, ഇന്റർവ്യൂ നടന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. ഓരോ തവണ വിളിക്കുമ്പോഴും വളരെ സൗമ്യമായിട്ട് ശാന്തമായിട്ടും എല്ലാം ശരിയാവും, അങ്ങനെയാണ് നമ്മളെ സമാധാനിപ്പിക്കും. എഗ്രിമെന്റ് ഇവർ പേപ്പർ തരുന്നത് തന്നെ 1 ലക്ഷം രൂപ കൈപ്പറ്റിയാണ്ട് 6 മാസം കൈപ്പറ്റാണ് ഇവർ എഗ്രിമെന്റ് നമുക്ക് തരുന്നത്, പേപ്പർ തരുന്നത്. അപ്പൊ എഗ്രിമെന്റ് 1 ലക്ഷം രൂപ കൈപ്പറ്റിയതായിട്ടുണ്ട്. പിന്നെ 6 മാസത്തിനുള്ളിൽ കയറ്റിവിടാന്നുണ്ട്. എഗ്രിമെന്റ് ജൂണിലായിരുന്നത്. അപ്പം 6 മാസത്തിനുള്ളിൽ കയറ്റിവിടാന്നുണ്ട്. അങ്ങനെ എഗ്രിമെന്റ് പേപ്പർ കിട്ടി. ഇവർക്ക് പൈസ നമ്മൾ സെൻഡ് ചെയ്ത് ബാങ്ക് വഴിയാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ തെളിവുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ഇവർക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റി. ആലപ്പുഴ SP നമ്മൾ അപ്പൊ ഈ 10 മാസം സമീപിച്ചു. അവര് പറയുന്നത് ഓരോ മാസവും അവരിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പറയും നമ്മുടെ അടുത്ത്. ഓരോ മാസം എക്സ്റ്റെൻഡ് ചെയ്ത് പറയും. അപ്പം അടുത്ത മാസം 2 മാസത്തിനുള്ളിൽ നടക്കും, 1 മാസത്തിനുള്ളിൽ. ഞങ്ങൾ അവരുമായിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ ചേട്ടാ ഡൽഹിയിലാണ്. പിന്നെ സിദ്ധാർത്ഥന്റെ കാര്യം ശരിയാക്കി തരാം ഉടനെ പറഞ്ഞിട്ടുണ്ട്, റെഡിയാക്കി തരും. അപ്പൊ ജർമ്മനിയിൽ അവരെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പൊ ഈ എഡക്സ് എഡു സൊല്യൂഷൻ എന്ന് പറയുന്ന അമൽ പ്രഭാകരാണ് എന്റെ ചെയർമാൻ, ചീഫായിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ ക്രിസ്പെയർ എന്ന് പറയുന്ന ഒരു ജോമെറ്റ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പം ഇവര് രണ്ടുപേരുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പൈസ 1 ലക്ഷം രൂപ കൊടുക്കുന്നത്. പക്ഷെ ഇവരുടെ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്തു, നമ്മൾ പോലും അറിയാതെ ഇത് ജിജി എന്ന് പറയുന്ന കോഴിക്കോടുള്ള ഒരു ഏജൻസിക്ക് ഇവര് ഈ സബ് കൊടുക്കുകയാണ് ചെയ്തത്. ജിജി ആകട്ടെ ഏതാണ്ട് കേരളത്തിൽ നിന്നും 250 കുട്ടികളുടെ നിന്നും 1 ലക്ഷം രൂപ വെച്ച് 2.5 കോടി രൂപ അടിച്ചു മാറ്റിയത്. ഈ 2.5 കോടി രൂപ എന്ന് പറയുമ്പോൾ ഇതില് ഈ ജോമെറ്റിന്റെ നിന്നും അമൽ പ്രഭാകരന്റെ ഒക്കെ ഇവര് കൊടുത്ത പൈസ കൂടി ജിജി വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഈ അമൽ പ്രഭാകരുമായിട്ട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാന് നിയമപരമായിട്ട് നമ്മള് ഒരു അഡ്വക്കേറ്റിനെ കണ്ടു. അദ്ദേഹം തന്ന ഒരു അപേക്ഷയുടെ പുറത്ത് ആലപ്പുഴ SP പരാതി കൊടുത്തു. SP അത് പാലാരിവട്ടത്തുള്ള പോലീസിന്റെ SP അവിടെ ഒറ്റ SP അവിടെ അത് ഫോർവേഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞത്
അന്വേഷിക്കാൻ പറഞ്ഞു. അവര് പ്രാഥമികമായിട്ട് അവന്റെ ഓഫീസൊക്കെ കണ്ടുപിടിച്ച് അന്വേഷിച്ചു, അവരുമായിട്ട് പ്രാഥമികമായിട്ട് സംസാരിച്ചു. അപ്പം അങ്ങനെ സംസാരിച്ച് വന്നെങ്കിലും പോലീസിന് ഒരുപാട് ജോലികളുണ്ട്. ഇത് നമുക്ക് അധികാരമില്ലാത്ത പിന്നെ ഏതെങ്കിലും പവർ ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ ഒരു പരാതിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പോലീസിന് സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ തന്നെ ഒരുപാട് പേര് ചെയ്തു തീർക്കാറുണ്ട്. അത് പോലീസ് സ്റ്റേഷനിൽ തന്നെ മതിയായ പോലീസ് സംവിധാനങ്ങളില്ല. അതൊക്കെ അതിൻ്റെയൊക്കെ അപര്യാപ്തത അവർ പറയുന്നുണ്ട്. എങ്കിലും അന്വേഷിക്കാമെന്ന് പറയുന്നതല്ല, നീണ്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ ഇങ്ങനെ പരാതി കൊടുത്തു. പരാതി കൊടുത്തതിന്റെ പരാതി കൊടുത്തെന്ന് വെച്ചാൽ ഞങ്ങള് മുഖ്യ പോർട്ടലിൽ ഇങ്ങനെ പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ചെറിയ വിവരണം നമ്മൾ കൊടുത്തു. ജർമ്മനിയിലേക്ക് എൻ്റെ ഒപ്പം പോകാൻ വേണ്ടി ഇങ്ങനെ ഏജൻസി ഞങ്ങളെ കബളിപ്പിച്ച് എന്നെ പൈസ തട്ടിയെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 250 കുട്ടികളുടെ 2.5 കോടി രൂപ അടിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങളും പെടും. അതുകൊണ്ട് ഞങ്ങൾ കുട്ടിയുടെ നിയമം ഒരു പരീക്ഷ നൽകണമെന്നും പറഞ്ഞ് നമ്മൾ ചെറിയ ഷോർട്ടായിട്ടൊരു പരാതി എഴുതി പോർട്ടലിലേക്ക് അയച്ചു. 2ാമത്തെ ദിവസം ഞങ്ങൾക്ക് റിപ്ലൈ വന്നു, നിങ്ങളുടെ പരാതി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഇത് ഞങ്ങൾ എറണാകുളത്തുള്ള SP കൈമാറിയിട്ടുണ്ട്. SP ഫോൺ നമ്പരും പോലീസ് സ്റ്റേഷനിലെ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോൺ നമ്പരും ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്തു, ഡീറ്റെയിൽ തന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും 10 ദിവസം എടുത്ത് 2 ആഴ്ചകൾ എടുത്തിട്ടാണ് ഈ എറണാകുളം പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് DGPയുടെ കയ്യിൽ നിന്ന് ചെല്ലുന്നത്. അത് ചെന്ന് കഴിഞ്ഞപ്പോ പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ KC വേണുഗോപാലിന് കൊടുക്കാൻ ഒരു പരാതി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നു. അപ്പൊ KC പാർലമെന്റ് സമ്മേളനം നടക്കുന്നത് കൊണ്ടും പിന്നീട് അതിനുശേഷം നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മരിച്ചത് കൊണ്ടും അദ്ദേഹത്തിന് ആലപ്പുഴ വരാൻ പറ്റിയില്ല. അപ്പം ഇതിനോടകം പോലീസ് സ്റ്റേഷൻ പലവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നും CI വരെ വിളിച്ചിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ പോലും പരാതി വന്നിട്ടുണ്ട്, നിന്റെ ഓഫീസ് അടച്ചു പൂട്ടേണ്ട അവസ്ഥയുണ്ടാവും, ഇവിടെ പൈസ കൊടുത്തോണം സിദ്ധാർത്ഥന്റെ. അങ്ങനെ ഇവനെ അവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു. പോലെ സിദ്ധാർത്ഥനെ അവനെ വിളിപ്പിച്ച് അവന് കൂട്ടുകാരൻ കൂടെ പോയി ചെന്ന് CI ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ CI ആയിട്ടൊക്കെ സംസാരിക്കുമ്പോഴും അവർക്ക് ഈ കുട്ടികൾ ജർമ്മനി പോകുന്നതിനാണ് പരിഹാസം. അല്ലാതെ ഈ ജർമ്മനിയിൽ പോകാൻ വേണ്ടി ഒരു പൈസ കൊടുത്തതിലുള്ള നഷ്ടപ്പെട്ടു പോയതല്ല പോലീസുകാർക്ക് ബുദ്ധിമുട്ട്. നീയൊക്കെ എന്തിനാണ് ഈ വിദേശത്ത് പോകാൻ നടക്കുന്നതെന്നാണ് അതെന്ന ചോദ്യമാണ് വരുന്നത്. അപ്പൊ നമുക്കറിയാമല്ലോ, ഒരു സാധാരണ രാഷ്ട്രീയക്കാരുടെയൊക്കെ മക്കളുടെയൊക്കെ ഒരു രാഷ്ട്രീയത മരിച്ചെന്ന് പറഞ്ഞാൽ പത്രത്തിൽ വാർത്ത വരും. ആ വാർത്തയിൽ മുഴുവൻ മക്കൾ വിദേശത്തായിരിക്കും. അപ്പോഴാണ് നമുക്ക് ഈ നേതാക്കന്മാരുടെ മക്കൾ വിദേശത്താണെന്ന് അറിയുന്നത്. അല്ലെങ്കിൽ നല്ല ഹൈ പൊസിഷനിൽ ഇവിടെ തന്നെ ആയിരിക്കും. നമ്മുടെ സാധാരണക്കാരുടെ മക്കൾ പോകുന്നതാണ് ബുദ്ധിമുട്ട്. എങ്കിലും പോലീസിന്റെ ഭാഗത്ത്, പാലാട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രത്യേകമായ രീതിയിൽ അവർ ഇടപെട്ടു. ഞാൻ പണിയെടുത്ത് ജോലി എടുത്തുണ്ടാക്കി 1 ലക്ഷം രൂപ, അത് ഒരുത്തൻ എടുത്ത് 5000 രൂപയുടെയൊക്കെ ഡ്രസ് ഇട്ടാണ് ഇവരൊക്കെ ഓഫീസിൽ ഇരിക്കുന്നത്. വലിയ ലക്ഷറി കാരണത്താണ്. ഈ അമൽപ്രഭാർ ഉപയോഗിക്കുന്ന ഒരു ഫോണിന്റെ വില ഏതാണ്ട് 10 ലക്ഷം രൂപ വരുമെന്ന് പറയുന്നത്. അത്രമാത്രം വിലയുള്ള ഫോണാണ് കയ്യിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അല്ല ഈ ജിജി എന്ന് പറയുന്ന ആൾ. അപ്പം എന്നിട്ട് അമൽപ്രഭാരോട് പറയുന്നത്, ജിജി എടുക്കുന്നത് എങ്ങനെയും പൈസ ഊരിയെടുക്കാനാണ് ഞങ്ങൾ നോക്കുന്നത് ചേട്ടാ. അപ്പൊ അങ്ങനെ നിങ്ങളുടെ പൈസ ഞങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ. ജിജി ഇതും കൊണ്ട് ജർമ്മനിയിലേക്ക് മുങ്ങിയാലോ എന്ന ഭയത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ചേട്ടന് സമാധാനിക്ക് എന്നൊക്കെയാ പറഞ്ഞാണ് ഈ അമൽപ്രഭാർ നമ്മളെ സമാധാനപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ കാര്യം, നിങ്ങൾ കൂട്ടുകൃഷി ഒരുമിച്ച് ചെയ്യുന്നതാണ്, ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്. നിങ്ങളതിലാണ് നമ്മൾ പൈസ തന്നിരിക്കുന്നത്, പൈസ കിട്ടണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എറണാകുളത്ത് വരും, എറണാകുളത്ത് പണിയും തന്നിട്ട് പോകത്തോളം എന്ന രീതിയിൽ ഞാൻ ഭീഷണിയൊക്കെ മുടക്കി. ഇത് രണ്ടും കൂടെ ഒക്കെ ആയപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ നിന്ന് ഈ പരാതി ചെന്നപ്പോൾ ഇവര് 3 തവണകളായിട്ട് ഈ പൈസ നമുക്ക് റീഫണ്ട് ചെയ്ത് തന്നു. 1 ലക്ഷം രൂപ. അത് 6000 രൂപ ഇവർ വാങ്ങിച്ച അഡ്വാൻസ് പൈസ, ഈ പേപ്പർ വർക്ക് ചെയ്യാൻ വേണ്ടി പൈസ, അത് റീഫണ്ടബിൾ അല്ലെന്ന് എഗ്രിമെന്റിലുണ്ട്. അത് അവർ തന്നില്ല. എന്നിട്ടും ജിജി എടുത്ത്, അത് ജിജിയാണ് കൈപ്പറ്റിയിരിക്കുന്നത്, അമൽപ്രഭാരല്ല. അത് ജിജിയെ മോൻ വിളിച്ച് സംസാരിച്ചു. അപ്പൊ ജിജി പറയുന്നത് പേപ്പർ വർക്കുകളൊക്കെ ചെയ്ത പൈസ തീർന്നു പോയി, അതിന് നോക്കണ്ട, എഗ്രിമെന്റ് നമ്മൾ തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്നാൽ ജിജിയുടെ ഇത് എന്ന് പറയുന്നത്, ഈ സ്ഥാപനം ഗുഡ് ഹോപ്പ് എന്നാണ്. ജിജി 250 പേരിൽ നിന്നും 1 ലക്ഷം രൂപ വെച്ച് 2.5 കോടി രൂപ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്നാണ്. അതെ, ഗുഡ് ഹോപ്പ് എന്നാണ് അവന്റെ പേര്. ചേട്ടന്റെ 1 ലക്ഷം രൂപ എത്ര മാസം ഇവരുടെ കയ്യിൽ? ഏതാണ്ട് 10 മാസത്തോളം ഉണ്ട് ഇവരുടെ, 10-11 മാസത്തോളം, 1 വർഷത്തിനടുത്ത് 1 ലക്ഷം രൂപ അവരുടെ കയ്യിലുണ്ട്. നമ്മുടെ 1 ലക്ഷം രൂപ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കി. അതെ. അപ്പോൾ നമ്മള് ഇപ്പൊ ഈ ജർമ്മനി പോകാൻ പരിശ്രമിക്കുന്ന കുട്ടികളുടെ ഒരു കാറ്റഗറി നമ്മളെടുത്ത് പരിശോധിച്ചാൽ, ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ പോകുന്ന ആളുകളുടെ പോലുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ടവരല്ല. കാരണം വെച്ചാല് ജർമ്മനിയിൽ ഫ്രീ ആയിട്ട് ഇവർക്ക് പഠനം വാഗ്ദാനം ചെയ്യുന്നത്. ഭാഷ പഠിക്കുന്നതിന് ചെലവ് മാത്രമേ ഉള്ളൂ. ഇവർക്ക് പോകാനായിട്ട് മൊത്തത്തിൽ പറഞ്ഞാൽ കുറച്ച് പൈസയേ ഉള്ളൂ. അത് വീട്ടിലെ ആൾക്കാരുടെ വെട്ടുകാരി പണയം വെച്ചോ ആരുടെയൊക്കെ ഒന്ന് പലിശയ്ക്ക് പണം എടുത്താലും വിടാവുന്ന ധൈര്യത്തിന്റെ പുറത്ത് ഒരു മിഡിൽ ക്ലാസ് അതിന് താഴെയുള്ള വിഭാഗങ്ങളാണ് ജർമ്മനിയിലേക്ക് കൂടുതലായിട്ടും പരിഗണിക്കുന്നത്. ഈ പിന്നെ UK-യിലും അതുപോലുള്ള കാനഡയിലൊക്കെ പോകുന്നവരൊക്കെ സമൂഹത്തിൽ അല്പം കൂടി ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് 25-30 ലക്ഷം രൂപയ്ക്ക് അത് ആവശ്യമുണ്ട്. അപ്പൊ അത് ചെയ്യാൻ പറ്റും. ഈ ജർമ്മനിയിൽ തന്നെ ഭാഷ പഠിക്കാതെ പോകാവുന്ന ഒരു വകുപ്പുണ്ട്. 10-15-20 ലക്ഷം രൂപ കൊടുത്ത് പോകാം. അത് സാമ്പത്തികമുള്ളവർ അങ്ങനെ പരിഗണിക്കുന്നത്.
അപ്പോൾ ഈ ദാരിദ്ര്യം നിറഞ്ഞ ആൾക്കാരും ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് മോഹമുള്ളവരും വിദേശത്ത് ജോലി ചെയ്യണമെന്ന് മോഹിക്കുന്നവരുമായിട്ടുള്ള സാധാരണ മനുഷ്യർ, പഠിപ്പുള്ള കുട്ടികൾ, പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ, അവരാണ് ഈ ജർമ്മൻ പരിഗണിക്കുന്നത്. പക്ഷെ അവരെയാണ് ഇപ്പൊ ചൂഷണം ചെയ്യുന്നത്. ഇപ്പം കൂടുതലടക്കാണ് ഇപ്പം ഓരോ ജില്ലകളിലും ഭാഷാ പഠനത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുറക്കുന്നത്. സർക്കാർ ഇതിന്റെ പുറത്ത് ഇതിനകത്ത് എന്ത് ഇടപെടലാണ് നടത്തുന്നത്? ഇവർക്ക് എന്തെങ്കിലും നിയമപരമായ രീതിയിലാണ് ഇവർ ചെയ്യുന്നത്? ഒന്നും ഒരു ഇതില്ല. ഇവർ സർട്ടിഫിക്കറ്റ് വാല്യൂഡ് ആണോ? ഒന്നുമില്ല. എന്റെ മോൻ എറണാകുളത്ത് പഠിക്കാൻ പോകുമ്പോൾ കഴിഞ്ഞ 3 വർഷം പഠിക്കാൻ മുമ്പ് ആലപ്പുഴ ഒരു സ്ഥാപനമില്ലായിരുന്നു. ഇപ്പൊ ആലപ്പുഴ 4-5 സ്ഥാപനങ്ങളുണ്ട് ആലപ്പുഴയിൽ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന. എന്നിട്ട് ഇവർ എന്നെ കൊണ്ടുപോകാന്നാ പറയാം വാഗ്ദാനം ചെയ്യുന്ന. ഇത് അതിനകത്തൊരു സത്യസന്ധതയില്ല. ഇപ്പം ഞങ്ങള് ട്രിവാൻഡ്രത്തുള്ള ഏജൻസിയായിട്ട് വന്നപ്പോൾ അവർ പറഞ്ഞത് ഇപ്പൊ ജർമ്മനി വളരെ കർശനമായ ചില നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഭാഷ B2 പാസ്സായിട്ട് ജർമ്മനി എത്തിയാൽ പോലും ഇവർക്ക് ഭാഷ സംസാരിക്കാൻ പറ്റുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ തിരിച്ചു കയറ്റി വിടുന്നുണ്ട്. അപ്പൊ ഇത്രയും പണം മുടക്കി പോയി തിരിച്ചു വരും. അപ്പം വളരെ ടഫായിട്ട് നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യുന്നവർക്ക് കുട്ടികളെ മാത്രമേ ജർമ്മൻ ഗവൺമെന്റ് പരിഗണിക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് മിക്ക കുട്ടികളും ഈ ഭാഷാ പഠനം കഴിയുമ്പോഴത്തേക്ക് ഇത് പാസ്സാകാതെ അത് അവസാനിപ്പിച്ചു പോകും. അങ്ങനെ 2-3 വർഷം ഭാഷാ പഠനത്തിന് വേണ്ടി അവർ ഭാവി കളയായി എന്ന്. എൻ്റെ പേരാണ് സിദ്ധാർത്ഥൻ. ഞാനിതുപോലെ +2 കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് കൊച്ചിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവിടുത്തെ ഭാഷാ പഠനമൊക്കെ കഴിഞ്ഞു. 8 മാസത്തെ ബ്രിസ്റ്റോൾ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ ജർമ്മൻ പഠിക്കാനായിട്ട് പോയത്. അവിടുത്തെ പഠനം എല്ലാം കഴിഞ്ഞു. 8 മാസത്തെ കോഴ്സ് എല്ലാം കഴിഞ്ഞു. അതുപോലെ പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഉള്ളത്. നമ്മൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ തന്നെയാണ് സ്ലോട്ട് എടുക്കുന്നതും പിന്നെ ഏജന്റ് വഴിയൊക്കെയാണ് നമ്മൾ എക്സാമിന് ബുക്ക് ചെയ്യുന്നത്. അല്ലാതെ എക്സാം എഴുതാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്. അങ്ങനെ അതിനും കുറച്ച് ടൈമൊക്കെ പോയി. അങ്ങനെ എക്സാം എഴുതാനുള്ള സ്ലോട്ട് കിട്ടി. എക്സാം എഴുതി. എനിക്ക് 3 മൊഡ്യൂൾ പാസ്സായി. അങ്ങനെ 3 മൊഡ്യൂൾ പാസ്സാകുമ്പോഴത്തേക്കും നമുക്ക് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ എറണാകുളത്ത് പാലാരിവട്ടത്ത് ഒരു ഏജൻസിയിൽ ഇതുപോലെ പ്രോസസ്സിങ്ങിന് കൊടുത്തത്. ക്രീസ്പെയർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെയാണ് നമ്മൾ ആദ്യം സമീപിക്കുന്നത്. അവർ വഴി നമ്മൾ എഡെക്സ്, അവരുടെ തന്നെ ഏജൻസിയായ എഡെക്സിന് നമ്മൾ പൈസ അടയ്ക്കുകയും പ്രോസസ്സിങ് FSJ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടിയാണ് നമ്മൾ കൊടുത്തത്. പൈസ അടയ്ക്കുകയും നമ്മൾ നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി എന്ന് പറഞ്ഞ് അവര് എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ തരികയും ചെയ്തായിരുന്നു. 6 മാസം കഴിഞ്ഞു. 6 മാസം അപ്പോ എല്ലാം റെഡി ആവേണ്ട ടൈം ആയപ്പോ നമ്മൾ ചോദിച്ചപ്പോ അവര് പറഞ്ഞു അടുത്ത മാസത്തേക്ക് ഓക്കെ ആവുമെന്നാണ് അവര് പറഞ്ഞത്. പണം കൊടുത്തു. നമ്മള് ജനുവരി തന്നെ നമുക്ക് പ്രോസസ്സിങ് തുടങ്ങുന്ന ഇത് ടൈമിൽ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അവർ 1 ലക്ഷം രൂപ മേടിച്ചായിരുന്നു. അതിനു മുമ്പ് തന്നെ 5000 രൂപ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് ബുക്ക് ചെയ്തിടാൻ വേണ്ടി അവർ നമ്മളെ മേടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് ഇവരുടെ എന്തായെന്ന് ചോദിക്കുമ്പോൾ ഇവര് പറയുന്നത് ഈ മാസം ലാസ്റ്റത്തേക്ക് ഓക്കെ ആവില്ല, പോകാൻ പറ്റും. അങ്ങനെ ഇവര് 1 വർഷത്തോളം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ 1 ലക്ഷം രൂപയൊക്കെ മേടിച്ചു വെച്ചു. നമ്മള് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറകെ പോയി. 3 തവണയായിട്ട് നമ്മുടെ പൈസ നമ്മൾ കുറെ പരിശ്രമിച്ചിട്ട് നമ്മുടെ പൈസ 3 തവണയായിട്ട് അവര് നമുക്ക് അയച്ചു തന്നു. അപ്പം ഇനി ഇതൊക്കെ നോക്കുന്നതും പഠിക്കാൻ നിൽക്കുന്ന എന്റെ സുഹൃത്തുക്കളോടാണ് ഞാൻ പറയുന്നത്, എന്ത് ചെയ്താലും നോക്കിയും കണ്ടു ചെയ്യുക. ഇപ്പൊ നമ്മള് പ്രോസസ്സിങ്ങിന് കൊടുക്കാൻ പോകുന്ന ഏജൻസി ആണെങ്കിലും അവർക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് നോക്കുക, അംഗീകൃതമുള്ള ഏജൻസി ആണോ എന്ന് നോക്കുക. എല്ലാം നോക്കിയും കണ്ടും ചെയ്യുക. ഇതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് മെനക്കെടേണ്ടി വരും. ചിലപ്പം നമ്മൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടിയില്ലെന്നും വരും. ആദ്യം തന്നെ ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. ചോദിക്കുന്നത് മോശമായി പോയാലോ എന്ന് കരുതിയിട്ടാണ് പല സാധാരണക്കാരും ചോദിക്കാത്തത്. അത് ചോദിക്കുക തന്നെ വേണം.